എല്ലാവർക്കും നമസ്കാരം. പുതിയ വർഷത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാക്കിയ ആ ഒരു ഓളം ശരിക്കും നമ്മുടെ മാർക്കറ്റ് ഇന്ന് കൈവിട്ട പോലെയാണ്. ഒന്നാമത്തത് ഡോളറിൻ്റെ ആ ഒരു മുന്നേറ്റത്തിനൊപ്പം നമ്മുടെ മാർക്കറ്റിലുണ്ടായ ആ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും കൂടുതലായതാണ് മെയിനായിട്ടും ഇന്ന് നെഗറ്റീവിൽ ക്ലോസ് ചെയ്യാനുള്ള കാരണം. കൂടാതെ കേന്ദ്ര ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ, ആ ഒരു പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാവുമെന്നുള്ള അഭ്യൂഹങ്ങൾ, അതേപോലെ US ഫെഡ് നിരക്കുകളിലെ മാറ്റം, റിസർവ് ബാങ്കിൻ്റെ സാമ്പത്തിക നയങ്ങൾ എന്നിവയൊക്കെ മാർക്കറ്റിനെ സ്വാധീനിച്ചിട്ടുണ്ട്. 3 ദിവസത്തെ തുടർച്ചയായ നേട്ടത്തിന് ശേഷം ഇന്ന് ഒരു നെഗറ്റീവിലാണ് മാർക്കറ്റ് ആരംഭിച്ചത് തന്നെ. മാർക്കറ്റ് തുറന്നത് സെൻസെക്സ് 720 പോയിൻറ്റും അതേപോലെ നിഫ്റ്റി 183 പോയിൻറ്റും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ഹെവി വെയ്റ്റ് ഷെയറുകളിലുണ്ടായിരുന്ന, അതായത് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഹെവി വെയ്റ്റ് ഷെയറുകളിൽ നല്ല ബയ്യിങ് ആയിരുന്നു. ആ ഒരു പോസിറ്റീവ്നെസ് ഹെവി വെയ്റ്റ് ഷെയറിലുണ്ടായ പെട്ടെന്നുള്ള ഒരു പോസിറ്റീവ്നെസ് മുതലാക്കി എന്ന് വേണം പറയാൻ. അതിലാണ് കൂടുതലും പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിരിക്കുന്നത്. മാത്രമല്ല നെക്സ്റ്റ് വീക്ക് പല കമ്പനികളുടെയും 3-ാം പാദ റിസൾട്ടുകൾ വരുന്നുണ്ട്. അതും ഇൻവെസ്റ്റേഴ്സ് വളരെയധികം ആശങ്കയാണ് നോക്കിക്കാണുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായി സ്ഥാനമേൽക്കുന്നതോടെ ഈ ട്രേഡിംഗ് നയങ്ങളിൽ മാറ്റമുണ്ടായേക്കും എന്ന് മാർക്കറ്റ് ശരിക്കും പേടിക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ഡോളറിൻ്റെ 2 വർഷത്തെ ഉയർന്ന നിലയിലേക്ക് എത്തിയതും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന് ഒരു നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇൻഡെക്സുകളിലേക്ക് വന്നാൽ ബാങ്ക്, ഫിനാൻഷ്യൽ സർവീസ്, ക്യാപിറ്റൽ ഗുഡ്, IT ഫാർമ തുടങ്ങിയ ഇൻഡെക്സുകളൊക്കെ 1% ലോസിലാണ്. ഓയിൽ ആൻഡ് ഗ്യാസ്, മീഡിയ എന്നീ ഇൻഡെക്സുകൾ 1% പോസിറ്റീവിലാണ്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് ഇൻഡെക്സുകളും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഒരുപാട് നാളത്തെ ആ ഒരു കയറ്റത്തിന് ശേഷം സൊമാറ്റോ ഇന്ന് ഒരു നല്ല നെഗറ്റീവാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഏകദേശം 4%ഓളം ഡൗണിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ മെയിനായ കാരണം വളർച്ചാ നിരക്ക് കുറഞ്ഞേക്കും എന്ന ഒരു റിപ്പോർട്ട്. അത് ഭക്ഷണ വിതരണ ശൃംഖലയിൽ പ്രശ്നമുണ്ടാക്കുമെന്നാണ് സൊമാറ്റോയെ സംബന്ധിച്ചിടത്തോളം ഇടിയാനുള്ള കാരണമുണ്ടായത്. അതേപോലെ തന്നെ 5 ദിവസം കണ്ടിന്യൂയായി പോസിറ്റീവിലായ നമ്മുടെ കേരള കമ്പനിയായ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ഷെയറുകളും ഇന്ന് നഷ്ടത്തിലാണ്. മറ്റൊരു കേരള കമ്പനിയായ അപ്പോളോ ടയേഴ്സും ഇന്ന് ലോസിലാണ്. ബജാജ് ഹോൾഡിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ് എന്നിവരൊക്കെ ഇന്ന് ലോസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇന്ന് പോസിറ്റീവിലാണ്. കിറ്റെക്സ് ഗാർമെൻറ്റ്സ് ഇന്ന് 5% ലോസായിരിക്കുന്നത്. വി-ഗാർഡ് ഇൻഡസ്ട്രീസ്, വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ്, മണപ്പുറം ഫിനാൻസ്, ധനലക്ഷ്മി ബാങ്ക് തുടങ്ങിയ ഷെയറുകളും എല്ലാം തന്നെ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും FIErsൻ്റെ ആ ഒരു സെല്ലിംഗ് മോഡ് അവർ ക്ലോസ് ചെയ്തിട്ടില്ല എന്ന് വേണം നമുക്ക് ഇതിൽ നിന്നൊക്കെ അനുമാനിക്കാൻ. കഴിഞ്ഞ 3 ദിവസത്തെ ആ ഒരു ഉയർച്ച കണ്ടപ്പോൾ മാർക്കറ്റ് തീർച്ചയായും റിക്കവർ ആകും എന്നാണ് കരുതിയതെങ്കിലും പെട്ടെന്ന് തന്നെ വീണ്ടും താഴത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 3 ദിവസത്തെ കണ്ടിന്യൂ ആയ പോസിറ്റീവിന് ശേഷം ഇന്ന് സ്ലൈറ്റ്ലി നെഗറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞ ഇൻഡെക്സുകളിൽ, അതായത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സിലൊക്കെ നമുക്കിന്ന് നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഇന്നൊരു നെഗറ്റീവിൽ ഓപ്പൺ ചെയ്തിട്ട് പിന്നീട് മുകളിലേക്ക് വരുന്നതായാണ് കണ്ടത്. പക്ഷേ നമ്മുടെ ലെവലുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് താഴെ വന്നപ്പോൾ നമുക്ക് ഇവിടെ നിന്നും എൻട്രി ലഭിച്ചിട്ടുണ്ട്. ഈ ക്യാൻഡിൽ നിന്ന്, അതായത് 3 മണിക്കാണ്. ആ സമയത്ത് ഇതാരും എടുത്തിട്ടുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് നിഫ്റ്റി നമുക്ക് അതായത് നിഫ്റ്റിയിൽ ആരും ട്രേഡ് ചെയ്യാനുള്ള സാധ്യത ഇന്ന് കാണുന്നില്ല. 3 മണിക്ക് ആയതുകൊണ്ട് എല്ലാവരും മാർക്കറ്റ് ട്രേഡിംഗ് ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ടാവും. അതേസമയം ബാങ്ക് നിഫ്റ്റിയിൽ 51,250 താഴെ നമുക്ക് ഇവിടെ 1 മണിക്കാണ്. ഇതിൽ അത്യാവശ്യം പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ തന്നെ 300 പോയിൻറ്റിൻ്റെ റാലി നടത്തിയിട്ടുണ്ട്. അതേസമയം സെൻസെക്സ് ഇന്നലെ നമ്മൾ അനലൈസ് ചെയ്തില്ല. കാരണം സെൻസെക്സിന് പകരം വീണ്ടും ബാങ്ക് നിഫ്റ്റിയാണ് കൊണ്ടുപോയി ചെയ്തത്. അതൊരു ഫാൾട്ടാണ്. ഓക്കെ, ഏതായിരുന്നാലും ഇന്നത്തെ ഫസ്റ്റ് ഡേ, അതായത് നമുക്ക് ഈ മാസത്തെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന്. ബാങ്ക് നിഫ്റ്റിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വർഷത്തെ ഫസ്റ്റ് ഡേ നമ്മൾ പ്രോഫിറ്റിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്.
തുടർന്നുള്ള മൺഡേ മുതൽ നമ്മൾ കറക്റ്റായിട്ട് ഈ മാസം എന്തായിരിക്കും നമ്മുടെ ഈ വീഡിയോ വഴി ചെയ്യുന്ന ടെക്നിക്കൽ അനാലിസിസ് വഴി നമുക്ക് പ്രോഫിറ്റാണോ ഇല്ല ലോസാണോ ഇല്ല നമ്മൾ സമയം കളയലാണോ എന്നുള്ളതൊന്ന് നോക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ പ്രോഫിറ്റിലാണ്. അത് പിന്നീട് നമ്മൾ ഒരു കലണ്ടർ 1 മന്ത് കലണ്ടറിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ ഞായറാഴ്ച ചെയ്യുന്ന വീഡിയോയിൽ പറയാം. തിങ്കളാഴ്ച ചെയ്യാനുള്ള ട്രേഡിംഗ് പ്ലാനുകൾ നമുക്ക് ഞായറാഴ്ചത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. 2 ദിവസത്തെ അവധി കുടുംബങ്ങളോടൊപ്പം ആഘോഷിക്കുക എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.